ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സസൈസ് 11.2-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് ചെയ്യുന്നത്. അത് 4 പ്രോബ്ലംസ് ഉള്ളത്. പക്ഷെ ഞാൻ 2 ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. 2 അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം ഇച്ചിരി ലെങ്തിയാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ, അതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് 5 ഫാക്ടേഴ്സ് ഓൺലി ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. എന്താ എഴുതണ്ടേ? ഇതിനെ നമ്മൾ പ്രൈം ഫാക്ടറായിട്ട് ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് 108 × 192 പ്രോഡക്റ്റ് കാണണം. പക്ഷേ ഫൈനൽ ആൻസർ എക്സ്പോണൻഷ്യൽ ഫോം ആയിരിക്കണം. അത് എന്തിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം ആയിരിക്കണം? പ്രൈം നമ്പേഴ്സിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം ആയിരിക്കണം. നമുക്കറിയാം പ്രൈം നമ്പേഴ്സിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യും? ഏത് വെച്ച്? പ്രൈം നമ്പേഴ്സ് വെച്ച് ഫാക്ടറൈസ് ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് ആദ്യം ചെയ്യുന്നത്. 108 × 192. അപ്പോൾ ആദ്യം 108 ചെയ്യാൻ പോവാണ്. ആദ്യം ഓരോന്നോരോന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 108-ൻ്റെ ഫാക്ടറൈസ് ചെയ്യാം. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞേ? നിങ്ങൾക്കറിയാം 2, 3, 5, 7 അങ്ങനെ പോകും. അപ്പോൾ ഇതിനെ 2 കൊണ്ട് പറ്റുമോ നോക്കിയേ? പറ്റും. നിങ്ങൾക്കറിയാം എന്താണ്? 1's-ൻ്റെ പ്ലേസിൽ 8. 1's-ൻ്റെ പ്ലേസിൽ ഏതൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഓഡ് നമ്പർ ഈവൻ നമ്പേഴ്സ് ആയ 0, 2, 4, 6, 8 ഇതിൽ ഏത് വന്നാലും നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ 2 കൊണ്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 108-നെ 2 കൊണ്ട് വെളിയിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തന്നെ ഇട്ട് നമുക്കത് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എത്ര എടുക്കും? 1 എടുത്തു. പറ്റുമോ? 2 ടേബിൾ ഉണ്ടോ? ഇല്ല. അടുത്ത പ്ലേസ് കൂടെ എടുത്തു. 10. 10-ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2. 5 × 2 10. 10 കഴിഞ്ഞു. ഇനി 8 ഉള്ളൂ. 8-ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2. 4. അപ്പം 54. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റുമോ? പറ്റുമല്ലോ. എന്തുകൊണ്ട്? 1's-ൻ്റെ പ്ലേസിൽ ഈവൻ നമ്പർ അല്ലേ? അപ്പൊ 4 ആണ്. അപ്പൊ 2 കൊണ്ട് പറ്റും. ആദ്യം നമ്മൾ ഏതെടുക്കും? 5. 5-ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 2 × 2 4 ഉള്ളൂ. 2 × 3 6 ആയിപ്പോൾ. അപ്പൊ 5-ൽ നമ്മൾ 4 എടുക്കുന്നുള്ളൂ. അത് അത്രയാണ്? 2 × 2. 2 × 2 ആയപ്പോഴാണ് 4 ആയത്. ബാലൻസ് 1. അങ്ങനെ മനസ്സിലായത് എങ്ങനെ എടുക്കുന്നതെന്ന്? 2 ആദ്യം 5 എടുത്തു. 2 × 2 4. ബാലൻസ് 1 ഉണ്ട്. ആ ബാലൻസ് 1-നെ ഇപ്പുറത്തുള്ള 4-ന്റെ അപ്പുറത്തോട്ട് എഴുതുക ചെയ്യുന്നത്. ആഡ് ചെയ്യുമല്ല കേട്ടോ. 4 + 1 5 എന്ന് എഴുതുമല്ല, 14 എന്ന് എഴുതി. ഇനി 2 എത്ര പ്രാവശ്യം ഉണ്ട്? 14-ൽ 7 ആണല്ലോ. ഓക്കെ, ഇനി ഇതിനെ ഏതുകൊണ്ട് പറ്റും? 2 കൊണ്ട് പറ്റും മക്കളെ? ഇല്ല. കാരണം 1's-ന്റെ പ്ലേസിൽ 7 ആവുന്നത് പറ്റില്ല. അപ്പോൾ 3 കൊണ്ട് പറ്റുമെന്ന് പറയാം. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പറ്റും. 3-യുടെ ടേബിൾ 27 ആയിട്ട് 3-യുടെ ടേബിൾ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അങ്ങനെ 3-യുടെ വലിയ സംഖ്യയാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാമോ എന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് ചെയ്യാമെങ്കിൽ മാത്രം ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അല്ല, സമയം പോകും. അപ്പോൾ എത്രയാണ്? അതായത് അതിൻ്റെ ഡിജിറ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കും. 2 + 7 9. അപ്പോൾ പറ്റും അല്ലേ? 3-യുടെ ടേബിൾ അല്ലേ 9? അപ്പോൾ ഞാൻ 3 കൊണ്ട് ചെയ്യാൻ പോവാണ്. എത്രയാണ്? 9 × 3 27. 9-നെ ഏതുകൊണ്ടാണ് പറ്റുന്നത്? 3 കൊണ്ട് പറ്റും. പ്രൈം നമ്പർ 3 കൊണ്ടേ പറ്റത്തുള്ളൂ. അത് എത്ര പ്രാവശ്യം ഉണ്ട്? 3 × 3 ആണ് 9. ആ 3 ചെയ്യണം. അത് എത്ര ഉണ്ട്? 3 കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ലാസ്റ്റ് 1 വരുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര വന്നു? 108 എന്ന് പറയുന്നത് 2 × 2 × 3 3. അപ്പോൾ നമുക്ക് അത് ഇപ്പോഴും ഒന്ന് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാം. 2 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. 3 എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. അപ്പോൾ 108-ന്റെ എക്സ്പോണൻഷ്യൽ ഫോമാണ് 2⁻2 × 3⁻3. എനിക്കറിയാം. ഞാൻ 4 പറയുക. നമ്മൾ നമ്മൾ പഠിക്കുക. അടുത്തത് 192. പിന്നെ എനിക്ക് ഇച്ചിരി നിങ്ങൾക്ക് സംശയം വരുന്നു പറഞ്ഞാൽ ഈ ഡിവിഷന്റെ ഭാഗം ഒന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ബാക്കിയൊക്കെ എഴുതാൻ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഓക്കെ, ഇതിനെ ഏതുകൊണ്ട് പറ്റും മക്കളെ? 2 കൊണ്ട് പറ്റും. കാരണം എന്നാ? 1's പ്ലേസ് 2 അല്ലേ? 2. നമ്മളിതൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോകും. എങ്ങനെയാണ്? 1 എടുത്ത് നോക്കി. 2-ന്റെ ടേബിൾ 1 ഇല്ല. അപ്പോൾ നമ്മൾ 19 എടുക്കും. 19-ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2. 8 × 2 9 × 2 18. അപ്പോൾ നമ്മളിവിടെ എത്ര എഴുതും? 9 × 2 18. ബാലൻസ് 1 ഉണ്ട്. ആ 1 ഇപ്പുറത്തോട്ട് 2 എഴുതും. അപ്പോൾ എത്രയാണ്? 12-ൽ എത്രയുണ്ട്? 6 × 2 12. കണ്ടോ? ഇനി ഇതിനെ നമുക്ക് പറ്റും 2 കൊണ്ട്. അപ്പോൾ എത്ര വരും ഇവിടെ? ആദ്യം 9 എടുത്തു. 4 × 2 അല്ലേ 8 ഉള്ളൂ. അതല്ലേ വരത്തുള്ളൂ. 5 × 2 10 ആയിപ്പോൾ. 9-ൽ നിന്ന് എടുക്കാൻ പറ്റുന്ന 4 × 2 8 ഉള്ളൂ. ബാലൻസ് 1 ഉണ്ട്. അത് ഇപ്പുറത്തോട്ട് കൂട്ടി 8 × 2 16 അല്ലേ? 8 × 2 ആണ് 60. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും. കാരണം 1's പ്ലേസിൽ 8 ആണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം 4 എടുത്തു. 2 × 2 4. 4 × 2 18. ഇതിനെ ഇനി 2 കൊണ്ട് പറ്റും. 1's പ്ലേസിൽ 4 ആയത് കാരണം
ഇനി 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2 2 2 ഇൻറ്റു 2 4 അല്ലേ? ഇതുണ്ടോ 1 ഇൻറ്റു 2 2 2 ഇൻറ്റു 2 4 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും, 6 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും, ഇത് 3 ആണെന്ന് നിങ്ങൾക്കറിയാം. 3 ഏതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ മക്കളെ? 3 കൊണ്ട് മാത്രം. അപ്പോൾ എത്രണ്ണം ഉണ്ട്? 1 2 3 4 5 6 2 ഉണ്ട്. 1 2 3 4 5 6 2 ഉണ്ട് ആൻഡ് 1 3 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതും. 2�6 ഇൻറ്റു 3. 3⁴ എന്ന് എഴുതണോ? വേണ്ടല്ലോ, അത്രയും മതി. ഇനി അപ്പോൾ 108 ഇൻറ്റു 192 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 108ൻ്റെ എത്രയാ? 2⁴ ഇൻറ്റു 3⁵3 ഇൻറ്റു 192 നമ്മൾ എത്ര ചെയ്ത് കിട്ടിയത്? 2⁶ ഇൻറ്റു 3. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലോസ് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതും. ഒരുപോലുള്ളവരെയൊക്കെ ഒന്ന് അടുത്ത് വെച്ച് നമ്മൾ എഴുതും. എന്നാലേ നമുക്ക് ലോസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേണ്ട കിടക്കുന്നു സെയിം ബേസ് ഉള്ള 2 പേരെ ഞാൻ അടുപ്പിച്ചെഴുതി. ഞാൻ ജസ്റ്റ് എപ്പോഴും പറയുന്നത് പോലെ എന്തിനിങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ലോ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ. 3⁴ കേട്ടെ, അല്ലെങ്കിൽ ഞാൻ തെറ്റിപ്പോയല്ലോ. വെറും 3 എന്ന് പറഞ്ഞാൽ 3⁴ എന്നല്ലേ നമുക്കിത് വരുക. ഓക്കെ, ഏതാണ് ലോ പറ? നിങ്ങൾക്ക് അറിയാം, സെയിം ബേസ് a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m പ്ലസ് n. ഇവിടെ അപ്ലൈ ചെയ്യട്ടെ, മേലോട്ട് എഴുതാം അല്ലേ? ഇനി അവിടെ എഴുതി കഴിഞ്ഞാൽ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ, ചെറിയ ബോർഡ് ആയതുകൊണ്ടാണ്. വലിയ ബോർഡ് മേടിക്കണം അല്ലേ? മേടിക്കാം. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇപ്പോൾ 2 എന്നാ വരും? 2 + 6 ഇൻറ്റു 3 നമ്മൾ അതുപോലെ എഴുതി, ബേസ് തമ്മിൽ സെയിം ലോ തന്നെയാണല്ലോ. ഓക്കെ, ഇസ് ഈക്വൽ ടു ആഡ് ചെയ്തേ 8 ഇൻറ്റു 3⁴ 2⁸ ഇൻറ്റു 3⁴. കേട്ടോ, എക്സ്പോണൻഷ്യൽ ഫോമാണ്, ലോവസ്റ്റ് ഫോമാണ്, പ്രൈം നമ്പേഴ്സ് ആണ് അതിൻ്റെ ബേസും വന്നിരിക്കുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായില്ലേ? നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളങ്ങ് ചെയ്യുക, കൂടുതൽ പ്രോബ്ലം ചെയ്ത് നിങ്ങളെ എന്താക്കിയെടുക്കും? പഠിപ്പിച്ചെടുക്കും. നിങ്ങൾ മറക്കത്തില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഈ ലോ ആണ് നിങ്ങൾ പറയും, ആ രീതിയിലാക്കണം. ആക്കും ഞാൻ നിങ്ങളെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് വൺ, 270. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഒറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ. ഇതൊന്നും എക്സ്പോണൻഷ്യൽ ഫോം എഴുതുക, ഏതിൻ്റെ? പ്രൈം നമ്പറിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 270 ചെയ്യുക. ഇതിന് ഏതുകൊണ്ട് പറ്റും മക്കളെ? 2 കൊണ്ട് പറ്റും. 1ൻ്റെ പ്ലേസിൽ 0 ആണ്, അതുകൊണ്ട് 1 ഇൻറ്റു 2 2, 3 ഇൻറ്റു 2 6, 5 ഇൻറ്റു 2 10. മനസ്സിലായോ? 7 വന്നത്, 3 ഇൻറ്റു 2 6 ആണ്, ബാലൻസ് 1 വന്നു, അതിപ്പുറത്തോട്ട് എടുത്തു 10 ആയി. അങ്ങനെയാണ് 5. ഇനി ഇതിനെ ഏതുകൊണ്ട് പറ്റുക? എന്തായാലും 2 കൊണ്ട് പറ്റിയല്ല, അത് മനസ്സിലായി നിങ്ങൾക്ക്. 1ൻ്റെ പ്ലേസിൽ 5, അപ്പോൾ എന്തായാലും 2 കൊണ്ട് പറ്റിയെന്ന് മനസ്സിലായി. പിന്നെ പെട്ടെന്ന് കണ്ടോ മനസ്സിലായി, 5 കൊണ്ട് പറ്റും അല്ലേ? 1ൻ്റെ പ്ലേസിൽ 0 5 വന്നാൽ എന്താണ്? 0 5 വന്നാൽ എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ടും പറ്റും, 3 കൊണ്ട് പറ്റുമെന്ന് നോക്കിയാലോ? 1 + 3 + 5 ഒന്ന് ചെയ്തേ, എത്രയാണ് വന്നേ? 9. അപ്പോൾ ഇത് 3 കൊണ്ടും പറ്റും. അപ്പോൾ നമുക്ക് എന്നാ 5 കൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് പെട്ടെന്ന് 5 കാണുമ്പോൾ 5 കൊണ്ട് ചെയ്യാനല്ല നമുക്കൊരു ഇഷ്ടം. ഓക്കെ, 5 കൊണ്ട് ചെയ്യാൻ പോവാണേ. 1 എടുത്ത് പറ്റില്ല, അപ്പോൾ ആദ്യം 13 എടുത്തു. എത്ര പ്രാവശ്യം ഉണ്ട്? 5 ഇൻറ്റു 2 10, അത്രയല്ലേ പറ്റത്തുള്ളൂ. ബാലൻസ് 3, ആ 3 ഇപ്പുറത്തോട്ട് 35 7 ഇൻറ്റു 5 35. 27 കണ്ടപ്പോൾ ഉടനെ മനസ്സിലായി 3 കൊണ്ട് പറ്റുമെന്നല്ലേ? എല്ലാം തന്നെ 7 + 2 9 ആണ്, 3 മൾട്ടിപ്പിൾ ആണ് 9. 9 ഇനി 3 കൊണ്ട് പറ്റും, 3 1. അപ്പം നമുക്ക് എന്നാ എഴുതാം? 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഒരു ഭംഗിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സംഖ്യകളുടെ ആ ഓർഡർ അനുസരിച്ചൊന്ന് എഴുതുക. അപ്പോൾ എന്നാ എഴുതാം? ഇങ്ങനെ എടുക്കട്ടെ. 3 എത്ര പ്രാവശ്യമുണ്ട്? 3⁵3 എന്ന് എഴുതി. അതിൻ്റെ ഒരു ഓർഡറിൽ 3⁵3 അല്ലേ? ആദ്യത്തെ പ്രൈം നമ്പർ 2, പിന്നെ 3, അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ചുമ്മാ അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ മക്കളെ? നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ ഈ ഡിവിഷൻ, അതായത് പ്രൈം നമ്പേഴ്സ് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഇപ്പോഴേ നിങ്ങൾ അറിയത്തില്ലെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളതെന്ന് പറഞ്ഞ് തെറ്റ് ചെയ്തല്ലേ. ഇപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യണം. നമ്മളിവിടെ തന്നെ ഇട്ട് ചെന്ന് പ്രാക്ടീസ് ചെയ്യണം. എളുപ്പം പ്രോബ്ലംസ് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ മക്കൾ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.
ഒന്ന് പ്രാവശ്യം വീഡിയോ കാണുക, തന്നെ ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തെറ്റട്ടെ, നിങ്ങൾ ശരിയാക്കുക അടുത്ത പ്രാവശ്യം. ഓക്കെ മക്കളെ, താങ്ക് യു.